കുട്ടിക്കാലത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ഒരു ചൊല്ല്. ഇപ്പോഴാണെങ്കിലും അതെ, ഈ അഡ്വർടൈസ്മെന്റ്സ് എല്ലാം എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയൊക്കെ അഡ്വർടൈസ്മെന്റ്സാണ്. 7 നിലകളിലാണ് അഡ്വർടൈസ്മെന്റ്സ്. വലിയ സെലിബ്രിറ്റീസിനെ കൊണ്ട് അഡ്വർടൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ സെലിബ്രിറ്റിക്ക് കൊടുക്കുന്ന വലിയ പ്രതിഫലം, ആ പ്രതിഫലം കൂടി ഏതൊക്കെ ഉൽപ്പന്നത്തിന് വേണ്ടിയാണോ അഡ്വർടൈസ്മെന്റ് നടത്തുന്നത്, പരസ്യം ചെയ്യുന്നത്, ആ പരസ്യം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ വിലയിൽ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം കൂടെ വരുമെന്ന് നമ്മൾ ഓർക്കണം. അതും വിഭജിച്ച് ഈ ഉൽപ്പന്നത്തിന്റെ വിലയിൽ ഇടുകയാണ്. അപ്പം നമുക്ക് 80% കുറച്ചു, 150% കുറച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കുക, ഈ പറയുന്നതിലൊക്കെ ഒരുപാട് പതിരുണ്ട്. അങ്ങനെ വിശ്വസിച്ചു വേണം, പതിരുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ട് വിശ്വസിച്ചു വേണം പണം വാരി എറിഞ്ഞ് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് ഉൽപ്പന്നങ്ങൾ തിരുവോണം ആകുമ്പോഴത്തേക്കും വാങ്ങിച്ചു കൂട്ടും. ഒരു പക്ഷേ അയൽവാസി വാങ്ങിച്ചത് നോക്കിയിട്ടായിരിക്കും വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കൾ വാങ്ങിച്ചത് നോക്കിയിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. അതും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സെലിബ്രിറ്റീസ് പരസ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രം, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന സാധനം, അല്ലെങ്കിൽ അവർ വിളിച്ചു പറയുന്ന മഹത്വങ്ങൾ, ഇതൊക്കെ കേട്ടിട്ടുമാകാം നാം മേടിക്കുന്നത്. അപ്പം ഞാൻ വളരെ കാലങ്ങളായിട്ട് ആലോചിക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ്, ഈ തവിടെണ്ണ കളയാത്ത അരി എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ. അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് മുതൽ ചിന്തിക്കാൻ തുടങ്ങി. അത് വളരെ ശക്തമായിട്ട് എന്നെ സ്വാധീനിക്കാനുണ്ടായ കാര്യം, എൻ്റെ മൂത്ത പേരക്കുട്ടി കൊച്ചുമകൻ ഉണ്ടായ സമയത്ത് അമേരിക്കയിലാണ്, പിറ്റ്സ്ബർഗിലാണ് മകനും കുടുംബവും. അപ്പോൾ അവിടെ വെച്ച് ആ കുട്ടി ഉണ്ടായി 6 മാസം കഴിഞ്ഞപ്പോൾ പീഡിയാട്രീഷ്യനോട് മരുമോള് ചോദിക്കുന്നു. മരുമോള് ഒരു വിവരമില്ലാത്തവളായതുകൊണ്ടല്ല ചോദിച്ചത് കേട്ടോ. അവൾ NIT കാലിക്കറ്റിൽ നിന്ന് MTech കഴിഞ്ഞതായിരുന്നു. പക്ഷേ അമേരിക്കയിൽ പോയി കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീണ്ടും MS എടുത്തു. കാരണം ഇവിടുത്തെ MTech അവർ അംഗീകരിക്കില്ല. അങ്ങനെ ഡബിൾ MTech ഉള്ള കുട്ടിയാണ്. പക്ഷെ അവൾ അമേരിക്കൻ രീതിയിൽ കുഞ്ഞിനെ വളർത്തണോ, എങ്ങനെയാണ് അങ്ങനെ വളർത്തേണ്ടത്, എന്തൊക്കെയാണ് അവന് കൊടുക്കേണ്ട ആഹാരം എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് അവിടെ പീഡിയാട്രീഷ്യനെ കണ്ട് അവൻ്റെ ഫുഡ് എങ്ങനെയായിരിക്കണം, എന്ത് തരത്തിലുള്ള ഭക്ഷ്യശീലമാണ് അവന് വളർത്തിയെടുക്കേണ്ടത് എന്നറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ എന്ത് പറഞ്ഞു എന്നറിയാമോ? ഗോ ടു യുവർ ഗ്രാൻഡ് മദേഴ്സ് കിച്ചൺ. അതായത് ഈ നിന്റെ ഗ്രാൻഡ് മദറിൻ്റെ കിച്ചണിലേക്ക് പോവുക. അവിടെ നിന്റെ ഗ്രാൻഡ് മദർ നിന്റെ മദറിനും നിനക്കും എന്ത് ആഹാരം തന്ന് വളർത്തിയോ ആ ആഹാരം നിന്റെ കുട്ടിക്കും കൊടുക്കുക എന്നാണ് ആ ഡയറ്റീഷ്യൻ പറഞ്ഞത്. അവർ അമേരിക്കൻ ഡോക്ടറായിരുന്നു അവർ പറഞ്ഞത്. അപ്പം മോള് ശരിക്കും അത് അനുവർത്തിച്ച് തന്നെ, അതായത് ഇവിടെ അവളുടെ ഗ്രാൻഡ് മദർ കൊടുത്തതും അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് മദർ എനിക്ക് തന്നതും ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്നതും ഒക്കെ പോലെയുള്ള ആഹാരം തന്നെ. ശരിക്കും മലയാളി ഫുഡാണ്, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മലയാളി ഫുഡാണ് ആ കുഞ്ഞിനും രണ്ടാമതുണ്ടായ മോനും. 2 ആൺകുട്ടികളാണ്, അവർക്ക് 2 പേർക്കും കൊടുത്ത് വളർത്തുന്നത്. അപ്പം അങ്ങനെ വളർത്തുന്ന കുട്ടികളിൽ ഞാൻ ഒരു പ്രത്യേകതയും ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പോൾ 5th സ്റ്റാൻഡേർഡിലെത്തി ആ മൂത്ത ആൺകുട്ടി റോഷൻ. അപ്പോൾ റോഷൻ പഠിക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ്. അമേരിക്കയിലെ അങ്ങനെ പറ്റുള്ളൂ. 5th സ്റ്റാൻഡേർഡിൽ ഇരുന്നുകൊണ്ട് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് പഠിക്കണമെങ്കിൽ അമേരിക്കയിലേ പറ്റുള്ളൂ. മറ്റ് യൂറോപ്യൻ കൺട്രിയിലും പറ്റുമായിരിക്കും. നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലൊന്നും അതിനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ അങ്ങനെ മാത്ത് പഠിക്കുന്ന 2 ഹയർ ക്ലാസ്സിലേക്കുള്ള മാത്താണ് അവൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് അവൻ മിടുക്കനാണ് എന്നാണല്ലോ നമ്മൾ അനുമാനിക്കേണ്ടത്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഞാൻ കഴിച്ചിരുന്ന, അതായത് ഈ റൈസ് ബ്രാൻ ഓയിലിനെ പറ്റി, അതായത് തവിടിൽ നിന്നെടുക്കുന്ന എണ്ണ, തവിട് കളയാത്ത അരിയ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് അതിലേക്ക്, ആ ഭക്ഷണക്രമത്തിലേക്ക് പോകണമെന്ന് തോന്നിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഒരു 2-3 മാസം മുൻപാണെന്ന് തോന്നുന്നു, മനോരമയിലോ മാതൃഭൂമിയിലോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു പത്രത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പല മേഖലയിലുള്ള വിവിധ ഇനം അരികളെ പറ്റിയൊക്കെയുള്ള ഒരു പതിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ പതിപ്പിൽ റോബിൻ ഫുഡ് എന്ന ഒരു അരിയെപ്പറ്റി ഞാൻ വായിക്കുന്നു. അപ്പോൾ ഈ റോബിൻ ഫുഡ് എന്ന അരിയെപ്പറ്റി വായിച്ചപ്പോൾ, അതായത് നല്ല തവിട് ഒട്ടും മാറ്റാത്ത ശാസ്ത്രീയമായ രീതിയിൽ അരി, നെല്ലിൻ്റെ ഹസ്ക് മാത്രം, പുറന്തോല് മാത്രം മാറ്റി എടുക്കുന്ന അരിയെ, അത് വളരെ ശാസ്ത്രീയമായിട്ടാണ്, അതിൽ നിന്ന് ഒരു ന്യൂട്രിയൻസും നഷ്ടപ്പെട്ടു പോകാത്ത തരത്തിലാണ് ആ അരി എടുക്കുന്നത്.
അങ്ങനെ എടുക്കുന്ന അരിയിൽ നിന്നാണ് റൈസ് ബ്രാൻ, അതായത് തവിടെണ്ണയും എടുക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് ഞാനിത് നേരത്തെ മുതലേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പോലും പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുന്ന ഈ കാർഷിക മേഖലയിൽ ഉള്ള അരിയും അരിയുടെ തവിടും ഒക്കെ തന്നെ അപകടകരമാണ് എന്ന ഒരു ധാരണയാണ് വെച്ചു പുലർത്തിയിരുന്നത്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് ഞാൻ ഇതേപ്പറ്റി അത്രയധികം പഠിക്കുകയും ചെയ്തിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് പത്രത്തിൽ ഇങ്ങനെ ഈ അരിയെപ്പറ്റി ധാരാളമായിട്ട് നല്ല ആർട്ടിക്കിൾസ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ച് ശാസ്ത്രീയമായിട്ട് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ തേടണമെന്ന്. അങ്ങനെ ഞാൻ ലിങ്കൺ യൂണിവേഴ്സിറ്റി കാൻറ്റർബറി, ന്യൂസിലാൻഡ്, ആ ലിങ്കൺ യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ സയൻസ് വിഭാഗത്തിൻ്റെ പബ്ലിക്കേഷൻസ് വെബ്സൈറ്റിൽ എടുത്തു വായിച്ചു. അതുപോലെ തന്നെ വേറൊരു യൂണിവേഴ്സിറ്റി, അതായത് ടബ്രിസ് യൂണിവേഴ്സിറ്റി, ഇറാൻ, അവരുടെ മെഡിക്കൽ സയൻസ് വിഭാഗത്തിലെ ആർട്ടിക്കിൾസും ഒക്കെ എടുത്തു വായിച്ചു. അങ്ങനെ ധാരാളം ആർട്ടിക്കിൾസ് ഈ മേഖലയിൽ വായിക്കാനിടയായപ്പോൾ എനിക്ക് തവിട് കളയാത്ത അരിയെപ്പറ്റി, അതായത് ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് തവിട് കളയാതെ നെല്ലിൻ്റെ ഹസ്ക് മാത്രം മാറ്റിയിട്ട് തവിടോടുകൂടി അരി എടുക്കുന്നത്, ഇനി അങ്ങനെ എടുക്കുന്ന അരിയിൽ നിന്ന് തന്നെ തവിടെണ്ണ എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നത്, അതിൻ്റെയൊക്കെ ശാസ്ത്രീയ രീതികൾ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ അത് മനസ്സിലാക്കി വന്നപ്പോഴാണ് ഈ തവിടെണ്ണയുടെ പ്രത്യേകതകൾ മുഴുവനും എന്നെ വല്ലാതെ ആകർഷിക്കുന്ന രീതിയിൽ ആ പ്രത്യേകതകൾ മിന്നിത്തിളങ്ങുകയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോയപ്പോൾ ഞാൻ വയനാട് ജില്ലയിലാണ് വളർന്നത്. എൻ്റെ കുട്ടിക്കാലം വയനാട് ജില്ലയിലായിരുന്നു. അപ്പോൾ നോർത്ത് വയനാട്. അപ്പോൾ ആ നോർത്ത് വയനാട്ടിൽ എൻ്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിയും ഉണ്ടായിരുന്നു. എൻ്റെ ഫാദറിന് കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് കൃഷിയാണ് ഉണ്ടായിരുന്നത്? നെൽകൃഷി പലതരം കൃഷികളുണ്ടായിരുന്നു. അതിൽ നെൽകൃഷി എന്ന് പറഞ്ഞാൽ കുറച്ചേറെ ഭൂമിയും ഉണ്ടായിരുന്നു. അപ്പോൾ നെൽകൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയുള്ളത് തൊണ്ടി എന്ന് പറയുന്ന ചുമന്ന തവിടുള്ള, അതായത് നമ്മുടെ ഈ സാധാരണ നമ്മൾ തവിട് എന്ന് പറയുന്ന അതുപോലെ ചുമന്ന തവിടുള്ള അരിയാണ് തൊണ്ടി. അത് കഴിഞ്ഞാൽ പിന്നെ പാലത്തൊണ്ടി എന്ന് പറഞ്ഞാൽ പേര് തൊണ്ടി എന്ന് തന്നെയാണെങ്കിൽ അത് പാലത്തൊണ്ടി എന്നാകാൻ കാരണം വെള്ളത്തവിടായതുകൊണ്ടാണ്. ഇനി മൂന്നാമത് ഒരു ചോമാല, എനിക്കറിഞ്ഞൂടാ വയനാട്ടിൽ ഇപ്പോഴും അത്തരം കൃഷി തന്നെ ഉണ്ടോ എന്ന്. ചോമാല. പിന്നെ നാലാമതൊരെണ്ണം ഗന്ധകശാല, നാലാമത്തെ വെറൈറ്റിയാണ് ഗന്ധകശാല. അത് വിളഞ്ഞ് നിൽക്കുമ്പോൾ ആ വയലിൽ നടന്നു പോയ എന്തോ ഒരു സുഗന്ധമാണെന്നറിയാം, അതിസുഗന്ധമുള്ളത്. അതിനെയാണ് ശരിക്കും ബിരിയാണി അരിയായിട്ട് റോസ് ഖൈമ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന അരിയെ. അത് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം, അതിന് എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ആ സുഗന്ധം പോകില്ല. ആഹാരമായിട്ട് അത് ബിരിയാണി ആക്കിയാലും ചോറാക്കിയാലും അപ്പോഴും അതിൻ്റെ ആ സുഗന്ധം കാണും. അപ്പോൾ അത് വിളഞ്ഞു നിൽക്കുന്ന വയലിൽ നടന്നു പോകുമ്പോൾ, സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ വയലിൽ നടന്നു പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ഹൃദയകാരിയായിട്ടുള്ള സുഗന്ധമാണെന്നറിയാം. അപ്പോൾ തന്നെ ഒരു ബിരിയാണി കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും. അങ്ങനെയായിരുന്നു. അപ്പോൾ ആ കുട്ടിക്കാലമൊക്കെ ഞാൻ ഓർത്തു, ഇപ്പം കിട്ടുമോ ഈ തൊണ്ടിയരി എന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി തൊണ്ടിയരിയൊക്കെ ഇപ്പോഴും ഉൽപ്പാദനമുണ്ട്. പക്ഷേ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട്, പക്ഷെ ക്വാളിറ്റി അങ്ങേയറ്റം നല്ലതാണ് ഈ തൊണ്ടി, പാലത്തൊണ്ടി, ചോമാല, ഗന്ധകശാല എന്നൊക്കെ. ഇപ്പോൾ ഗന്ധകശാലയൊക്കെ എക്സ്പോർട്ട് ചെയ്യാവുന്ന ക്വാളിറ്റിയാണ്. അത് ബിരിയാണി ടൈപ്പാണ്, വിലയും കൂടുതലാണ്. പക്ഷേ ഇതൊക്കെ വീട്ടിൽ കൃഷി ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ നല്ല പരിചയമുണ്ട്. കളത്തിൽ കറ്റയാക്കി കൊണ്ടുവന്നിട്ട് വലിയ തുറുവാക്കി, കൊച്ചു പർവ്വതം പോലെയുള്ള തുറുക്കളാക്കി, ഓരോന്നും പല പല തുറുക്കളാക്കി വെച്ചിരിക്കുക. അതിൽ നിന്ന് കുറേശ്ശെ എടുത്താണ് കാളകളെ കെട്ടി പിന്നെ കറ്റ, അതായത് ഇന്ന് നെല്ല് വീഴിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ അങ്ങനെ ഓർത്തുപോയി ഞാൻ. അങ്ങനെ ഇരിക്കെ ആണ് ഈ ലിറ്ററേച്ചറൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, പതുക്കെ റൈസ് ബ്രാൻ ഓയിലിലേക്കും തവിട് കളയാത്ത അരിയിലേക്കും, അത് തൊണ്ടി പോലെയുള്ള അരി കിട്ടുമെങ്കിൽ അതിലേക്ക് ഒന്ന് ചുവട് മാറ്റിയാലോ. കാരണം അതിൻ്റെ പ്രത്യേകതകൾ അത്ര കൂടുതലാണ്. ഈ തവിടുള്ള അരിയെ, തവിടെണ്ണ, ഇവയുടെ ഗുണങ്ങൾ ഞാൻ ഇങ്ങനെ ഈ മെഡിക്കൽ ബുള്ളറ്റിനിലൊക്കെ നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് അത്ര ആകർഷകമാണ്. അതായത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന പ്രയോജന ഗുണങ്ങൾ ഉള്ളതാണ് ഈ പറയപ്പെട്ട ഉൽപ്പന്നങ്ങളൊക്കെ. എന്നിട്ട് ഇതുവരെ എന്ത് സംഭവിച്ചു? എത്രയോ നൂറ്റാണ്ടുകൾ മനുഷ്യവാസം തുടങ്ങി, മനുഷ്യർ പിന്നെ ഈ പറയപ്പെട്ട പശുവിനെയും ഒക്കെ വളർത്താൻ തുടങ്ങിയ കാലം മുതൽ ഈ നെല്ലുൽപ്പന്നങ്ങളുടെ ഒക്കെ പതിരും ഒക്കെ തവിടും
ഒക്കെ കൊടുക്കുന്നത് മൃഗങ്ങൾക്കാണ്, മനുഷ്യർക്കല്ല. പിന്നെ പക്ഷേ ആ എല്ലാ ഗുണവും നഷ്ടപ്പെട്ടു എന്ന് പറയാനില്ല. പശുവിൻ്റെ പാല് സേവിക്കുന്നവർക്കും അതിൻ്റെ പ്രയോജനങ്ങൾ കിട്ടുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അപ്പം അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ഈ തവിടെണ്ണയുടെ പ്രത്യേകതകൾ, തവിടുള്ള അരിയുടെ പ്രത്യേകതകൾ എന്നറിയാൻ വേണ്ടി ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അതായത് തവിട് കളയാത്ത അരി ഉപയോഗിക്കുകയാണെങ്കിൽ ആ തവിട് എണ്ണയും അതുപോലെ തന്നെ തവിടുള്ള അരിയും രണ്ടായാലും ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഹൃദയ സംബന്ധമായ രോഗങ്ങളെ കുറയ്ക്കുന്നു, രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ ഇവയെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് മറ്റു പ്രതിരോധ ശേഷികൾ. അതുപോലെ പുളിച്ചു തികട്ടൽ സിദ്ധ ഔഷധമാണ്, പുളിച്ചു തികട്ടലേ ഉണ്ടാവില്ല. അതുപോലെ നെഞ്ചരിച്ചൽ, മലബന്ധം, അൾസർ, മൂലക്കുരു, ഈ പറയപ്പെട്ട ഒരു തരം രോഗങ്ങളും പിടിപെടുകയില്ല തവിട് കളയാത്ത അരിയും അരി കൊണ്ടുള്ള ചോറും അതുപോലെ തന്നെ തവിടെണ്ണയും ഉപയോഗിച്ചാൽ. തവിടെണ്ണ നമ്മൾ സാധാരണ വറുക്കുകയൊക്കെ ചെയ്യുമ്പം വെളിച്ചെണ്ണയിലാണ് ഇപ്പം ചക്ക വറുക്കുക, അതുമല്ലെങ്കിൽ ഏത്തക്ക വറുക്കുക, അങ്ങനെ ഏത് ചിപ്സ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ സാധാരണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് പകരം, വെളിച്ചെണ്ണയും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്, അല്ലെന്ന് പറയുകയല്ല ഞാൻ, പക്ഷേ ഈ തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തവിടെണ്ണ വളരെ കുറച്ച് മാത്രമേ ഈ സാധനങ്ങളൊക്കെ അബ്സോർബ് ചെയ്യുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ വളരെ കുറച്ച് എണ്ണ കണ്ടന്റ് മാത്രമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുക ഈ തവിടെണ്ണയിലാണ് വറുത്തത് എങ്കിൽ. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ തരം പ്രയോജനങ്ങളും ഉള്ളത്. അപ്പം ഈ തവിടെണ്ണ അങ്ങനെ ഹൃദയത്തെ എപ്പോഴും കാത്തു രക്ഷിക്കുന്ന എണ്ണയാണ് തവിടെണ്ണ എന്ന് വേണം പറയാൻ. അതുപോലെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അതായത് സാധാരണ മനുഷ്യരെ വേട്ടയാടുന്ന തരം പല രോഗങ്ങൾക്കും സിദ്ധ ഔഷധമാണ് ഈ തവിടെണ്ണ എന്ന് മനസ്സിലാക്കുന്നു. അതായത് എൻ്റെ ഭക്ഷ്യക്രമത്തിൽ അങ്ങനെ ഒരു മാറ്റം ഇപ്പോഴെങ്കിലും വരുത്തേണ്ടത് കാലം കഴിഞ്ഞു എന്ന് വിചാരിച്ച് അന്വേഷിച്ച് ചെന്നാണ് ഒരു അരിയെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അന്ന് പത്രത്തിൽ കണ്ടിരുന്ന അരി തന്നെ റോബിൻ ഫുഡ്. റോബിൻ ഫുഡ് നോക്കിയപ്പോൾ ഞാൻ സാധാരണ ഇവിടെ വാങ്ങിക്കാറുള്ള പവിഴം അരിയാണ് വാങ്ങിക്കാറുള്ളത്. ആ പവിഴം കമ്പനിക്കാർ തന്നെയാണ് ഈ റോബിൻ ഫുഡും അരി, അതായത് ഒട്ടും തവിട് കളയാത്ത അരിയെ. ഞാൻ അങ്ങനെ ആ അരി വാങ്ങിച്ചു. ഞാനല്ല വാങ്ങിച്ചത്, എൻ്റെ ഹസ്ബൻഡാണ് അരി വാങ്ങിച്ചു. അതുപോലെ തന്നെ അവരുടെ തന്നെ റൈസ് ബ്രാൻ ഓയിലും വാങ്ങിച്ചു കൊണ്ടുവന്ന് ആദ്യം അരി കഴിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഞാൻ പിന്നെയും നടന്നു പോവുകയായിരുന്നു. കാരണം ഒരു ശകലം പോലും എന്തെങ്കിലും അരിയെന്ന അഴുക്കോ അല്ലെങ്കിൽ തവിടോ ഒന്നും നമ്മുടെ കയ്യെ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അരി വെള്ളം ഒഴിച്ച് കഴിയാൽ ആ അരിയിൽ നിന്ന് ഒരു ശകലം പോലും വെള്ളത്തിന് നിറം മാറുന്നില്ലെന്ന് വെച്ചാൽ തവിട് ഇളകി പോകുന്നില്ല, തവിട് മുഴുവൻ അതിലുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം കഴുകി അരി പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുന്നു. നല്ല സൂപ്പർ ചോറ്. ആ കഞ്ഞിവെള്ളമോ, എൻ്റെ കുട്ടിക്കാലത്തിന് ശേഷം ഒരു പക്ഷേ ആദ്യം ഈ അരിയിലെ വെള്ളം കഞ്ഞിവെള്ളമായിരിക്കാം ഞാനൊന്ന് കുടിച്ചു നോക്കിയത്. അപ്പോൾ എനിക്ക് തോന്നി അമൃത് എടുത്ത് കുടിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ റൈസ് ബ്രാൻ ഓയിലിൽ തന്നെ ഞാൻ ചക്ക വറുത്തു, വരിക്കച്ചക്ക ഞാൻ തന്നെ അരിഞ്ഞ് വറുത്തു. അപ്പം എനിക്ക് ആ ബുള്ളറ്റിന് കണ്ടതുപോലെ വളരെ കുറച്ച് എണ്ണയെ ഇത് അബ്സോർബ് ചെയ്യുന്നുള്ളൂ, ഈ ചിപ്സ് അബ്സോർബ് ചെയ്യുന്നുള്ളൂ എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായതിൻ്റെ ടേസ്റ്റും ഒരു രുചി വ്യത്യാസവും വരുന്നില്ല. എന്ന് വെച്ചാൽ ഉത്തമമായ ഭക്ഷണം എന്ന് തന്നെ പറയണം. അതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഇതൊരു വീഡിയോയിലൂടെ എൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കണമെന്ന്. കാരണം ഒരു പക്ഷേ ഇത്രയും കാലം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ മികച്ചതെന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കാൾ ഒക്കെ മികച്ചതാണ് ഈ ഒരു അനുഭവം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്നിട്ടും ഞാൻ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവലും ഒക്കെ മേടിച്ചു കേട്ടോ. അവലൊക്കെ ശർക്കരയൊക്കെ ചേർത്ത് വിളയിച്ചു. എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. അതായത് അതിൻ്റെയൊക്കെ ആ തവിട് പോയിട്ടില്ല, അങ്ങനെ ഉണ്ടാക്കിയ അവലാണ്. അതുകൊണ്ടാണ് അത്ര രുചികരമായി തോന്നിയത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ആര് വേണമെങ്കിലും, അതായത് ഞാൻ പറയുന്നത് വൈകിയാണെങ്കിലും ഈ തിരുവോണത്തിനുള്ള ഒരു മാറ്റം എന്ന രീതിയിൽ കണ്ടുകൊണ്ട് ഈ റൈസ് ബ്രാൻ ഓയിൽ അതെല്ലാത്തിനും വേണ്ട. നിങ്ങളുടെ വീട്ടിലിങ്ങനെ എന്തെങ്കിലും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്, അല്ലെങ്കിൽ ചിപ്സ് ഉണ്ടാക്കുന്നതിന് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ റൈസ് ബ്രാൻ ഓയിൽ തന്നെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ തവിടുള്ള അരി തന്നെ, അതിന് ഇത്തിരി വില കൂടുതലാണ് കേട്ടോ. അതിന് ഇത്തിരി വില കൂടുതലായിരിക്കാനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പം അതിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. ആർക്കും അറിഞ്ഞുകൂടാ ഈ തവിട് മാറ്റാത്ത അരിയുടെ വൈശിഷ്ട്യം.
അപ്പം ഈ തവിട് ചേർന്ന അരിയിലും തവിടെണ്ണയിലും ഒക്കെ ധാരാളം ഫൈബർ ഉണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മലബന്ധം, മൂലക്കുരു ഇതിനൊക്കെ സിദ്ധ ഔഷധമാണ്, നെഞ്ചരിച്ചിൽ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞത്. ഇതൊക്കെ ആര് തീരുമാനിച്ചു എന്നല്ലേ? ഇതൊക്കെ യുണൈറ്റഡ് നേഷൻസിന്റെ തന്നെ സാഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അനാലിസിസ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ സിസ്റ്റം അല്ല കേട്ടോ, യുണൈറ്റഡ് നേഷൻസിന്റെ. അതായത് അവർ കൃഷി ചെയ്യുന്നു, അതായത് മോഡൽ ഫാംസിൽ കൃഷി ചെയ്യുന്നു, ആ ഉൽപ്പന്നത്തിന്റെ എല്ലാ തലങ്ങളിലും അതിനെ നോക്കി പരിപാലിച്ചെടുത്ത് ഉൽപ്പന്നമാക്കി ആ ഉൽപ്പന്നത്തിനെ അരിയാക്കുന്നു, അതിനെ ഭക്ഷിക്കുന്നു, അതിൻ്റെ തവിടെടുക്കുന്നു, തവിട് എണ്ണയെടുക്കുന്നു, അതിനെ പ്രയോജനപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെ ആ ടോപ്പ് ടു, അതായത് ആദ്യത്തെ ചുവട്, ഇത് വിത്ത് പാകുന്നത് മുതൽ ആ ഉൽപ്പന്നത്തിൽ നിന്ന് ഈ റൈസ് ബ്രാൻ ഓയിൽ എടുത്ത് പ്രയോഗിക്കുന്നത് വരെയുള്ള എല്ലാ പരീക്ഷണങ്ങളും നോക്കിയിട്ട് ആണ് ഈ സർട്ടിഫൈ ഇത് ഇന്ന കാര്യങ്ങൾക്ക് നല്ലത് എന്ന്. എന്നിട്ട് ഒരുപാട് മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തി ഒരുപാട് അനാലിസിസ് നടത്തിയാണ് ഇതൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇതൊക്കെ അംഗീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഉൽപ്പന്നങ്ങളാണ് ഈ തവിടുള്ള അരിയും തവിട് എണ്ണയും. ഈ രണ്ട് ഉൽപ്പന്നങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുകയാണെങ്കിൽ നമ്മുടെ ജീവിതമാണ് മെച്ചപ്പെടുന്നത്, അതല്ലാതെ മറ്റാരുടെയും ജീവിതമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മാറ്റം ഈ തിരുവോണത്തിനായിക്കൂടെ എന്ന് ആലോചിക്കുക. അതുപോലെ ഒരു ഉൽപ്പന്നവും കൂടി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഇപ്പോൾ. അതായത് ഗാർലിക്, വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി എന്നതിന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലത്തെ ഹിന്ദുവില് സയൻസ് സ്പീക്ക്, ശാസ്ത്രം സംസാരിക്കുന്നു എന്നൊരു ഭാഗമുണ്ട്. സാധാരണ അങ്ങനെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വരും സയൻസ് സ്പീക്ക് എന്നുള്ള ഒരു കോളം. ആ കോളത്തിൽ ഒരു സയന്റിസ്റ്റിന്റെ ലേഖനം എന്ന് വെച്ചാൽ അദ്ദേഹം എഴുതുന്നല്ല, അദ്ദേഹം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പല സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെയും ലിറ്ററേച്ചർ നോക്കി, അദ്ദേഹം തന്നെ ഒരു സയന്റിസ്റ്റ് ആണ്, അങ്ങനെ കണ്ടെടുക്കുന്ന കാര്യങ്ങളാണ് ആ സയൻസ് സ്പീക്കിൽ വരുന്നത്. അപ്പൊ ആ സയൻസ് സ്പീക്കിൽ വന്ന എന്താണ് പറയുന്നതെന്ന് നോക്കാം. വെളുത്തുള്ളിയെ പറ്റി എന്താ പറയുന്നത്? ഒരു വെളുത്തുള്ളിക്കകത്ത് ആ സയൻസ് സ്പീക്ക് പറയുകയാണ് 2300 കെമിക്കൽസ് ഉണ്ടെന്ന്. ഒറ്റ ഉള്ളി, ഒരു അല്ലി വെളുത്തുള്ളിക്കകത്ത്, ഒരു കുടം വെളുത്തുള്ളിയിലല്ല, ഒരല്ലി വെളുത്തുള്ളിക്കകത്ത് 2300 കെമിക്കൽസ് ഉണ്ട് അത്രേ. പക്ഷേ അതിൽ 70 എണ്ണത്തിന്റെ പ്രയോജനം, മനുഷ്യനുമായി ബന്ധപ്പെട്ട് അതിൽ 70 എണ്ണത്തിനുള്ള പ്രയോജനങ്ങൾ മാത്രമേ ഇതുവരെയും കണ്ടെത്തിയിട്ടുള്ളൂ. ആ 70 പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അനുദിന ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിന് ഒന്നിനൊന്ന് മെച്ചം നിൽക്കുന്നതാണ് ഓരോ പ്രയോജനങ്ങളും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ആയുർവേദവും ഒക്കെ എപ്പോഴും പ്രയോജനപ്പെടുത്തുന്നതാണ് ഈ ഗുണങ്ങളൊക്കെ. ഈ പറയപ്പെട്ട ഈ കണ്ടെത്തിയ 70 ഗുണങ്ങളും ആയുർവേദവും അലോപ്പതിയും ഒക്കെ അംഗീകരിക്കുകയും ടെസ്റ്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഗുണങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിലെ? റെസ്പിറേറ്ററി കണ്ടീഷൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നു. അപ്പൊ ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കഫം, ആസ്മ ഉള്ളവർക്ക് നല്ലതാണ്, കഫം ഉള്ളവർക്ക് നല്ലതാണ്. അതുപോലെ സാധാരണ സ്ഥിരം കോൾഡ് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ആ കോൾഡ് വരാതിരിക്കാനായിട്ട് സഹായകമാണ്. അതുപോലെ ബോഡിയുടെ ആരോഗ്യം. അതുപോലെ ഗാർലിക് ഇട്ട് വെന്ത വെള്ളം, ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ അതൊരു ടോണിക് ആണെന്ന്. എവ്രിഡേ ഒരു കുറച്ച് വെള്ളം, അതായത് ഒരു ദിവസം ആകെപ്പാടെ 4 ഗ്രാം ഗാർലിക് മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ, ഒരു ദിവസം ഒരു മനുഷ്യന്. ആ 4 ഗ്രാം ഗാർലിക് എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മളെല്ലാവരും കഴിക്കുന്നുണ്ടാവും. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ കറികളിലാണെങ്കിലും നോൺ വെജ് കറികളിലാണെങ്കിലും ഒക്കെ ഗാർലിക് നമ്മൾ ഉപയോഗിക്കും. മോര് കാച്ചുമ്പോഴും അങ്ങനെ ഏത് തരം കറി ഉണ്ടാക്കുമ്പോഴും നമ്മൾ സാധാരണ കുറച്ച് ഗാർലിക് ഇടും. പക്ഷേ നമ്മൾ ആ കറിയെല്ലാം ഒന്നിച്ച് ചിലപ്പോൾ കഴിച്ചു തീർക്കില്ല, 2-3 ദിവസം ഉപയോഗിക്കത്തക്ക രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. എനിവേ, ഒരു 4 ഗ്രാം ഗാർലിക് ഒരു ദിവസം മനുഷ്യന്റെ ശരീരത്തിനകത്ത് ചെന്നാൽ അതിൻ്റെ പോഷണം ക്യാൻസർ തടയും. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ പ്രയോജനങ്ങളും അതിനുണ്ട്. നമ്മുടെ ഡൈജഷനെ വളരെ സഹായിക്കും, സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആണ് എൻസൈംസിന്റെ പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് അനുപേക്ഷണീയമായ തരത്തിലുള്ള എൻസൈംസിൻ്റെയൊക്കെ ഉൽപാദനവും അതിൻ്റെ ക്രമീകരണവും നടത്തുന്നതിന് ഗാർലിക് വളരെയധികം സഹായകമാണ്. അങ്ങനെ വെളുത്തുള്ളിയെ പറ്റി, ഒരു 4 ഗ്രാം വെളുത്തുള്ളി ഒരു ദിവസം വയറ്റിൽ നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നാൽ, പോഷണമായി ചെന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പക്ഷേ വൈദ്യശാസ്ത്രം അതിലേറ്റവും ഊന്നി പറയുന്നത് അൾഷൈമേഴ്സിനെ തടയാൻ സഹായിക്കും എന്നുള്ളതാണ്.
അപ്പം നമുക്കറിയാം, നമുക്ക് ആർക്കും വരാവുന്ന രോഗമാണ് അൾഷൈമേഴ്സ്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് അനിവാര്യമാണ്. എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കും, അതായത് കൊളംബിയ യൂണിവേഴ്സിറ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അവർ വളരെ കാലം ഒരുപാട് ഗവേഷണ പഠനങ്ങൾ നടത്തി ഈ അടുത്ത കാലത്ത് നമ്മുടെ ഏജിങ്ങിനെ തന്നെ പിന്തള്ളത്തക്ക രീതിയിൽ, അതായത് 60 വയസ്സുകാരനെ 50 വയസ്സിലേക്ക് കൊണ്ടുവരിക, 70 വയസ്സുകാരനെ 60 വയസ്സിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ നമ്മുടെ യൗവനം നിലനിർത്തത്തക്ക രീതിയിൽ പ്രായമാകാതെ മനുഷ്യരെ പ്രതിരോധിച്ച് നിർത്തുക, പ്രായത്തെ പ്രതിരോധിച്ച് നിർത്തത്തക്ക രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ പറയണത് ഏത് തരം ഫുഡ് കഴിച്ചാലാണ് പ്രായം വർദ്ധിക്കുക, അതായത് ഒരു എൻസൈം, പ്രായം വർദ്ധിപ്പിക്കുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിൻ്റെ ക്രിയേഷൻ കുറയ്ക്കുക. ആ ക്രിയേഷൻ കുറയ്ക്കുന്നതിന് സഹായകമായ ഭക്ഷ്യ സാധനങ്ങൾ എന്തൊക്കെ? ആ കൂട്ടത്തിൽ വരുന്നതാണ് ഈ പറയപ്പെട്ട തവിട് ചേർന്ന അരിയെ, അതുപോലെ തന്നെ തവിടെണ്ണ, അതുപോലെ തന്നെ ഈ ഗാർലിക്ക്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മളുടെ പ്രായത്തെ ചെറുത്ത് നിൽക്കുക, പ്രതിരോധിച്ച് നിർത്താൻ, അതായത് നമ്മുടെ യൗവനം തുടർന്നു കൊണ്ടുപോകാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഭക്ഷ്യ സാധനങ്ങളാണ്. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ഏജിങ് സ്റ്റഡി സെൻറ്റർ, ആ സെൻറ്റർ പുറത്തു വിട്ടിരിക്കുന്ന റിപ്പോർട്ട്സ് വായിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഒരുപാട് കാര്യങ്ങളെ പറ്റിയുള്ള ധാരണയുണ്ടാകും. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഏജിങ് കുറച്ച് കൊണ്ടുവരാനായിട്ട്, അതായത് ഏജിങ്ങിൻ്റെ ആ എൻസൈമിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട പ്രതിവിധികൾ എന്തൊക്കെയാണ്, ഏത് തരത്തിലുള്ള ഭക്ഷണം വേണം, ഏത് തരത്തിലുള്ള വ്യായാമങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ജെറിയാട്രി ക്ലബ്ബുകൾ, ആ ക്ലബ്ബുകളിലൊക്കെ ചേർന്നിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് പരസ്പര ആശയവിനിമയം, അതുപോലെ മനസ്സിനെ ഉല്ലാസത്തോടു കൂടി സൂക്ഷിക്കാനായിട്ട് ഉള്ള സർക്കംസ്റ്റാൻസസ്, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തുക, വെറുതെ ആവശ്യമില്ലാതെ ദുഃഖങ്ങൾ പേറാതിരിക്കുക, അല്ലെങ്കിൽ ഉള്ളതിനെ ആലോചിച്ച് പെരുപ്പിക്കാതിരിക്കുക, അത്തരം ഒത്തിരി കാര്യങ്ങൾ അവരുടെ പഠനം പറയുന്നുണ്ട്. അപ്പം അതിനകത്തൊക്കെ ഇത്തരം ഉൽപ്പന്നങ്ങളെ പറ്റിയും കൂടി പറയുന്നുണ്ട്. അതായത് നമ്മുടെ പ്രായം വർദ്ധിക്കുന്നതിനെ പ്രതിരോധിച്ച് നിർത്താനും അൾഷിമേഴ്സ് വരാതിരിക്കാനും പോഷണം സന്തുലിതമാക്കി നിർത്താനും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ ക്രമം, ആ ക്രമത്തിൽ കടന്നു വരുന്നതാണ് ഇതൊക്കെ. അങ്ങനെയൊക്കെ കണ്ടതുകൊണ്ടാണ് ഇത്തരം തവിട് ചേർന്ന അരിയെ, അതായത് റോബിൻ ഫുഡ്, അതാണ് എനിക്ക് കിട്ടിയ ബ്രാൻഡ്, പവിഴത്തിൻ്റെ തന്നെ റോബിൻ ഫുഡ്, അത് പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഹാബിറ്റ്സിലേക്ക് നമ്മൾ പതുക്കെ ചുവട് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ എന്താന്ന് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് നാം ചുവട് വെക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇന്ത്യയാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രം, 144 കോടി 17 ലക്ഷം. ഇപ്പോൾ അതിനേക്കാൾ കൂടി കാണും, 3 മാസം മുമ്പുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യത്ത് ഇന്ത്യയിൽ 7% പേര് മാത്രമാണ് 60-ൽ കൂടുതൽ പ്രായമുള്ളത്, 60+ ആയിട്ടുള്ളവർ. അതേ സമയത്ത് കേരളം നേരെ തിരിച്ചാണ്. കേരളത്തിൽ ഇപ്പോൾ തന്നെ 17-18% പേര് 60 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പോൾ ഏജിങ് കേരളത്തെ സംബന്ധിച്ച് ഒരു വലിയ പരമാർത്ഥമാണ്. അങ്ങനെയുള്ള ഏജിങ്, അതോടൊപ്പം തന്നെ കേരളത്തിലാണ് കൂടുതൽ ക്യാൻസർ, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതൽ, അതുപോലെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മൂലക്കുരു സംബന്ധമായ രോഗങ്ങൾ, ഇതൊക്കെ വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ നാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളെ തന്നെ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൂടാതെ തന്നെ നമുക്ക് തന്നെ ഫലപ്രദമായിട്ട് ഒരു വലിയ പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റും. ആരോഗ്യകരമായിട്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. 60+ എന്നതുകൊണ്ട് വാർദ്ധക്യമാകുന്നില്ല, 70+ എന്ന് പറയുന്നതും വാർദ്ധക്യമാകുന്നില്ല, 80+ വാർദ്ധക്യമാകുന്നില്ല. ആ കാലത്തെയൊക്കെ നമുക്ക് വളരെ നന്നായി പരിരക്ഷിക്കാൻ കഴിയും. പക്ഷെ അതിനുള്ള ഒരു മനസ്സും ആ മനസ്സിനൊരു കരുത്തും ഉണ്ടായിരിക്കണം, അതേ ഉള്ളൂ. അങ്ങനെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് നമ്മുടെ പിടിയിൽ ഒതുക്കാൻ പറ്റും എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ അനുഭവിച്ച് നോക്കിയിട്ടാണ്. ഈ വെളുത്തുള്ളിയുടെ ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് റൈസ് ബ്രാൻ ഓയിൽ ഞാൻ ഈ അടുത്ത കാലത്താണ് മേടിച്ചുപയോഗിച്ചു, അരിയും മേടിച്ചുപയോഗിച്ചു. എൻ്റെ യഥാർത്ഥ അനുഭവം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ദീർഘകാലമായിട്ട് ഇനി ഞാൻ അതിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. താങ്ക് യു.